സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ട്. ഇപ്പോൾ കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നത്തെ നടപടികൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാഥമികമായി ചെയ്യേണ്ട നടപടികളാണ് ഇന്ന് നടക്കുന്നത്. ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ ജില്ലാ മേധാവി ഇവിടെ എത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അകത്ത് കയറി നടത്തുകയും ചെയ്യും. ഇപ്പോൾ ആ രീതിയിൽ ഇതെല്ലാം ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കാത്തിരിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെ KP ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ എത്തി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് പരിശോധിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്യും. ഇതെല്ലാം പ്രാഥമികമായി നേരത്തെ നമ്മൾ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മിഠായി തെരുവിലുമൊക്കെ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ട പരിശോധനയുടെ പ്രാഥമിക ഘട്ടങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ മുൻപുണ്ടായ തീപിടുത്തങ്ങളിൽ എന്തിവിടെ സംഭവിച്ചു, എന്ത് റിപ്പോർട്ടാണ് ഇവർ ഇവിടെ സമർപ്പിച്ചത്, എന്ത് നടപടി ഉണ്ടായിരുന്നതാണ് വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. 2021 മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അന്ന് ജില്ലാ ഫയർഫോഴ്സ് വിഭാഗം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാം, അതായത് 500-ലധികം കടകൾ മിഠായി തെരുവിലുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇടുങ്ങിയ സ്ഥലങ്ങളാണെല്ലാം സ്റ്റെയർ കേസ്, അതായത് മുകളിലേക്ക് കയറാനുള്ള ചെറിയ കോണിപ്പടികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ കെട്ടിട നിർമ്മാണത്തിന്റെ അപാകതയാണ്. രണ്ടു ഭാഗത്തും സ്റ്റെയർ കേസ് വേണം. ഇതായിരുന്നു അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് ഇനി എങ്ങനെ പരിഹരിക്കാം, എന്താണ് അവിടുത്തെ കൃത്യമായ പ്രശ്നം എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ട് അന്നും മിഠായി തെരുവിന്റെ കേസിലും ഇവർ സമർപ്പിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നമുക്കറിയാം. മെഡിക്കൽ കോളേജിന്റെ കേസിലാണെങ്കിൽ പോലും അവിടെ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നു. പക്ഷേ അത് ആർക്ക് സമർപ്പിച്ചു, എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വരുത്തിയിട്ടുമില്ല. ആ കാഷ്വാലിറ്റി ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാനും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ മറ്റൊരു തീപിടുത്തം ഉണ്ടാവുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പ്രാഥമികമായ പരിശോധനകൾ നടത്തുന്നു, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എന്താണ് ശാശ്വത പരിഹാരമെന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ മറുപടി ഇല്ല എന്ന് തന്നെയാണ് മേയർ ബീന ഫിലിപ്പ് കണ്ടപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ശാസ്ത്രീയ അവബോധത്തോടു കൂടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അടിയന്തരമായി ചെയ്യേണ്ടത് ഇവിടെ ഈ കെട്ടിടം പുനർനിർമ്മിക്കുക എന്നത് മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് ഈ നഗരത്തിലേക്ക് എത്തേണ്ടത് ബീച്ചിൽ നിന്നും വെള്ളിമാട് കുന്നിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ്. ഇവിടെ കുറെ കൂടെ ശക്തിയായി വെള്ളം പമ്പ് ചെയ്യാനുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ നേരത്തെ തന്നെ സ്ഥാപിക്കാമായിരുന്നു. കാരണം മുൻ അനുഭവങ്ങളെല്ലാം വെച്ച് വലിയ തീപിടുത്തങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലൊന്നും നടപടികൾ എടുക്കാനോ ഒന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നോ മന്ത്രിമാരുടെ തലത്തിൽ നിന്നോ ആ രീതിയിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നത് തന്നെയാണ്. എന്തായാലും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിഭാഗം, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ജില്ലാ മേധാവി ഉൾപ്പെടെയുള്ളവരെത്തി ഇവിടെ ഒരു പരിശോധന നടത്തി എന്താണ് അകത്ത് സംഭവിച്ചത്, ഷോർട്ട് സർക്യൂട്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ തീപിടുത്തമുണ്ടായത് എന്ന പ്രാഥമിക പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് സ്വാഭാവികമായ പരിശോധനയാണ് നടക്കുക. മുൻപ് അപകടങ്ങൾ ഉണ്ടായപ്പോൾ നടത്തിയ അതേ പരിശോധന പോലെയാണ് ഇന്നും നടക്കുക. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരപകടം ഉണ്ടാകുന്നു, അടുത്തതുണ്ടാകുന്നു, ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ വീണ്ടും നമുക്കെല്ലാം പരിശോധിച്ച് റെഡിയാക്കണമെന്നുള്ള മറുപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കിപ്പം അഖില CP കൂടി തുടരുന്നുണ്ട്. അഖില, ഇത് വരുത്തിവെച്ച അപകടമാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അധികൃതർ എന്തൊക്കെ പറഞ്ഞ് കണ്ണടച്ചാലും അതൊന്നും സാധൂകരിച്ച് അല്ലെങ്കിൽ അതിനൊന്നും വില കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നഗരമധ്യത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു, ആ കെട്ടിടത്തിന്റെ നിർമ്മിതി, ഇതെല്ലാം നമുക്ക് വ്യക്തമാണ്, സാധാരണക്കാരന് പോലും മനസ്സിലാകുന്നുണ്ട്. അപ്പോഴാണ് അധികൃതർ പറയുന്നത് നമുക്ക് പരിശോധനയ്ക്ക് ശേഷമേ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്നുള്ളത്. അഖില, അതെ, സൂചിപ്പിച്ചതുപോലെ വലിയൊരു വരുത്തിവെച്ച അപകടമാണ് ഇതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ ഏറ്റവും അധികം ഈ സംഭവത്തിന് ശേഷം ഏറ്റവും അധികം ചർച്ചയാകുന്നത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ തന്നെയാണ്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ, അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ അനധികൃതമായി ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോറിഡോർ പോലും കെട്ടിയടച്ച് AC വെച്ച് അവരുടെ ഗോഡൗൺ ആക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയ അപകടം വരുത്തിവെച്ചത്. ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നു, ഒരു വിശാലമായ ജനലോ ഒന്നുമില്ല, കുത്തിത്തുറക്കാൻ ചുമർ ഭിത്തിയാണ് നാലുപുറമുള്ളത്. പിന്നെ നമുക്കൊരു മാർഗം എന്ന് പറയുന്നത് മുകളിലൂടെ വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള അത്യാധുനിക സംവിധാനങ്ങളോ ഒന്നും ഫയർഫോഴ്സിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ ഒരു ലാഡർ പോലും, അല്ലെങ്കിൽ ഈ മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന നിലയിൽ 3 നില കെട്ടിടമാണ്, പരിമിതികൾ ഉണ്ടാവും. പക്ഷെ ഒരു അത്യാധുനിക സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഫയർഫോഴ്സ് സ്വന്തം ജീവൻ പണയം വെച്ച ഈ കെട്ടിടത്തിലെ തീ 4-5 മണിക്കൂറോളം നിന്ന്
അണച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാളാണ് ഇപ്പോൾ ഇന്നലെയും നമ്മൾ ഈ മന്ത്രിമാരുമായും രാഷ്ട്രീയക്കാരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഇതൊന്നും ചർച്ച ചെയ്യേണ്ട സമയം ഇപ്പോഴല്ല എന്നുള്ളതാണോ. പക്ഷേ എത്ര ജീവൻ, ഒരുപക്ഷെ തലനാരിഴയ്ക്കാണ് നമുക്ക് പല ജീവനുകളും രക്ഷിച്ചെടുക്കാനായത്. ഇത് പറഞ്ഞ പോലെ അതായത് 1ഉം 2ഉം നിലയിലായിട്ട് ഇത്തരത്തിലൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അതിന് മുകളിലായിട്ട് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉണ്ട്. പക്ഷെ താഴേക്ക് വരുമ്പോൾ താഴേക്ക് തീ പടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി ഇതാകുമായിരുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ 4ഓ 5ഓ ബേക്കറി കടകളും ജ്യൂസ് കടകളും ഒക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാം ഈ പറയുന്നത് പോലെ നമ്മൾ ദൃശ്യങ്ങൾ കാണുകയാണ്. അപകട സ്ഥലത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഏറ്റവും പുതിയ ദൃശ്യങ്ങളുമാണ് അഖിലയും ഇംതിയാസും നമ്മളുടെ എത്തിക്കുന്നത്.